ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഫോട്ടോ എഡിറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല. ഞാനിവിടെ നിങ്ങൾക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു തരുന്നത്. ഇത് ഒരു വീഡിയോയിൽ തീരുന്ന ഒരു ലെസൺ അല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പലപ്പോഴായിട്ടായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുക. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വാട്സാപ്പിലും മറ്റും പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഗ്രൂപ്പുണ്ടോ വീഡിയോകൾ ഇടുന്നതെന്ന്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് വാട്സാപ്പിലും കൂടി ഇടണം എന്നൊരു വിചാരത്തോടുകൂടി ചെറിയ ചെറിയ വീഡിയോകളാക്കിയായിരിക്കും പ്രസിദ്ധീകരിക്കുക. നമ്മൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോഷോപ്പ് CC എന്നാണ് ഇന്ന് നമുക്ക് ലഭ്യമായ ലേറ്റസ്റ്റ് വെർഷൻ. CC ഇല്ലെങ്കിലും CS4, CS5 അങ്ങനെയുള്ള വെർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു സെറ്റപ്പ് ഫയൽ ഫുള്ളായിട്ട് ഇന്ന് ഫോട്ടോഷോപ്പിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പകരം ടോറൻറ്റുകളിൽ ഫോട്ടോഷോപ്പിൻ്റെ പോർട്ടബിൾ വെർഷൻ കിട്ടും. 10-200 MB സൈസ് ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഒറിജിനൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 3GB 4GB ഒക്കെ ഫയൽ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ 3-4 ദിവസം പിടിക്കും ഇന്ത്യയിലെ നെറ്റ് സ്പീഡ് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് പോർട്ടബിൾ ഇൻസ്റ്റാൾ ചെയ്യുക. CS4, 5 അങ്ങനെയുള്ള വെർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോഷോപ്പ് CC ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, കുഴപ്പമില്ല. ഏറ്റവും പഴയതാണ് പലരും എടുത്തിരിക്കുന്നത്, ഫോട്ടോഷോപ്പ് 7. അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട, നമുക്ക് പുതിയതിലേക്ക് പഠിക്കാം. ഫോട്ടോഷോപ്പ് പോർട്ടബിൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെ കുറച്ച് ഫോൾഡറുകളായിരിക്കും. ആ ഫോൾഡറിൽ ഫോട്ടോഷോപ്പ് പോർട്ടബിൾ .exe എന്നൊരു ഫയൽ ഉണ്ടാവും. വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 8 യൂസേഴ്സ് അതിൽ ഓപ്പൺ ആക്കുന്നത് ആദ്യമായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നായിരിക്കണം. എന്നിട്ട് യെസ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പോർട്ടബിൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് അത് ഓപ്പണായി വരുന്നതിൻ്റെ പ്രോഗ്രസ് ബാർ കാണാം. വെയിറ്റ് ചെയ്യുക. ഇതാണ് ഫോട്ടോഷോപ്പ് CC, ക്രിയേറ്റീവ് ക്ലൗഡ്. അതാണ് CCയുടെ ഫുൾ ഫോം. ഈ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയതിൽ പലരും ഇന്ത്യക്കാരാണ്. അത് നമ്മൾ ഒട്ടുമിക്കവർക്ക് അറിയുകയില്ല. നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് യൂസർക്ക് കാണാൻ പറ്റുന്ന ഭാഗം ഇങ്ങനെയായിരിക്കും. 2 സൈഡിലായിട്ട് ടൂൾ ബാറുകൾ നമുക്ക് കാണാം. ഈ സൈഡിൽ നമ്മളുടെ വർക്കുകൾക്ക് ആവശ്യമായ മെയിൻ ടൂളുകളാണ്. അതായത് ആരോ, ലാസോ, ബ്രഷ് അങ്ങനെയുള്ള ടൂളുകൾ. റൈറ്റ് സൈഡിൽ അതിനോട് അനുബന്ധിച്ച ഭാഗങ്ങളായിരിക്കും. ലെയറുകൾ, ഹിസ്റ്ററി, അങ്ങനെ കുറേയധികം, അല്ലെങ്കിൽ ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ സബ് സെക്ഷൻസ്, അങ്ങനെയുള്ള വിൻഡോകൾ, ചെറിയ ചെറിയ വിൻഡോകളാണ് നമുക്കിവിടെ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ടൂളുകളും ഒരു തുടർച്ച എന്ന രീതിയിലായിരിക്കില്ല എടുക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കിന് അനുസരിച്ച് ആ ടൂളിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അതെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫയൽ മെനു ഓപ്പൺ ആക്കുക. നമുക്ക് ഫയൽ മെനുവിൽ എല്ലാ സോഫ്റ്റ്വെയറും പോലെ ന്യൂ, ഓപ്പൺ അങ്ങനെ ഓപ്ഷനുകളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ഫോട്ടോ ചേർക്കുന്ന രീതിയാണ്. പ്രത്യേകം ഓർക്കുക, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ ലെസൺ തീരില്ല. ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ പറഞ്ഞു തരികയുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ന്യൂ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നിലവിൽ കിടക്കുന്ന ഒരു പിക്ചർ ഓപ്പൺ ആക്കാനുള്ള ലിങ്കാണ്. നമ്മളത് ഉപയോഗിച്ചിട്ട്, ആ മെനു ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം ഓപ്പൺ ആക്കുന്നു. അതായത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഓപ്പൺ ആക്കി. ചിലതിൽ പ്രൊഫൈല് മാച്ച് ചെയ്യുന്നില്ല എന്തെങ്കിലും പറയും. നമ്മളൊന്നും ചെയ്യേണ്ട, ഓക്കെ കൊടുക്കുക. ഇതിലേത് കൊടുത്താൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല, എന്നാലും ഓക്കെ കൊടുത്തേക്കാം.
ഇപ്പോൾ നമുക്ക് എൻ്റെ ഫോട്ടോ കാണാം. ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് അതിൽ യെല്ലോയും അല്ല ഗ്രീനും അല്ലാത്ത ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഈ ഫോട്ടോ എൻ്റെ ഫോട്ടോ മാത്രമായിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിന് ഫ്രണ്ടിൽ വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എൻ്റെ ഫോട്ടോ ഞാൻ മറ്റൊരു ഫോട്ടോയുടെ ഇത് ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ, ഇതാണ് രണ്ടാമത്തെ ഫോട്ടോ. ഈ ഫോട്ടോയിൽ അതായത് എൻ്റെ ഫോട്ടോയ്ക്ക് പുറകിൽ ഈ സീനറി വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഫോട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നേരിട്ട് ഈ ഫോട്ടോയിലല്ല നമ്മൾ വർക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഫയൽ നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അതിൽ എഡിറ്റിങ്ങോട് കൂടിയായിരിക്കും സേവ് ആവുക. രണ്ടാമത് ആ ഫയൽ നമുക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പല രീതിയിലെടുക്കാം. ഞാൻ ചെയ്യുന്നത് ഈ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേറെ ഓപ്ഷനുകളുണ്ട്. നമ്മളത് ഇത് ചെയ്യുന്നില്ല. കാരണം ടൂളുകൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാൻ പഠിക്കാം. സെലക്ട് ചെയ്യാൻ ടൂൾ ബാറിൽ രണ്ടാമത്തെ ടൂൾ എടുക്കുക. ഈ രണ്ടാമത്തെ ടൂൾ നമുക്ക് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷനുകൾ അതിനൊപ്പം കാണാൻ സാധിക്കും. നമ്മളതിൽ മാറ്റമൊന്നുമില്ല. ആദ്യത്തെ ടൂൾ റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഡോട്ട് ഇവിടെ കാണുന്നത്. ഷോർട്ട് കട്ട് എന്നാണ്. അടിച്ച് കഴിഞ്ഞാൽ ആ ടൂൾ സെലക്ട് ആവും. അതിന് മുകളിൽ മൂവ് ടൂളുണ്ട്. മൂവ് ടൂളിൻ്റെ സബ്ബൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഷോർട്ട് കട്ട് വി എന്നാണ്. നമ്മൾ വെറുതെ മൗസ് കൊണ്ടൊന്ന് ഹാൻഡിൽ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കാണിക്കും ടൂൾ. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ഷനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തു, അതായത് മാർക്കി ടൂൾ എടുത്തു. ഇനി ചിത്രത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ചിത്രം നമ്മൾ ആവശ്യമായ രീതിയിൽ സെലക്ഷൻ ആയി കഴിഞ്ഞു. ഇനി എഡിറ്റിൽ നിന്നും കോപ്പി എടുക്കുക. കോപ്പിയുടെ ഷോർട്ട് കട്ട് പഠിക്കുക. ഫോട്ടോഷോപ്പിൽ എപ്പോഴും ഷോർട്ട് കട്ടാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. CTRL+C എന്നാണ് ഷോർട്ട് കട്ട്. എഡിറ്റിൽ മെനുവിൽ നിന്ന് എടുക്കാം, പകരം CTRL+C എന്നും കൊടുക്കാം. ഒരു തവണ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെട്ടെന്ന് ചെയ്യാനാകും. അപ്പോൾ കോപ്പിയുടെ ഷോർട്ട് കട്ട് CTRL+C. ഇപ്പോൾ ഈ ചിത്രം കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി മെമ്മറി ആയ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുതിയ ഫയലിലേക്ക് കൊണ്ടുവരാം. ഫയലിൽ ന്യൂ കൊടുക്കുക, CTRL+N, അതാണ് ഷോർട്ട് കട്ട്. ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫയൽ തുടങ്ങാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. പ്രീസെറ്റ് പല അളവുകളിലും കളറിൻ്റെ കോൺഫിഗറേഷനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഒരു ഫോർമാറ്റുകൾക്കാണ് നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കോപ്പി ചെയ്ത ചിത്രം എത്രയാണോ അതിൻ്റെ വിഡ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആണ് 1366. വിഡ്ത്ത് അളവ് എപ്പോഴും നമുക്ക് പിക്സൽ മതി. ഇഞ്ച്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, പോയിൻ്റ്, അങ്ങനെ ധാരാളം ഓപ്ഷനുകളുണ്ട്. നമുക്ക് വർക്കിന് നമ്മൾ പിക്സൽ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിക്സൽസ് സെലക്ട് ചെയ്യുക. അളവൊന്നും മാറ്റണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും പിക്സലാക്കുക. റെസൊല്യൂഷൻ എന്നത് 72. ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കളർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കളറുകളുടെ ചേഞ്ച് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് കളർ വരുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്ത് മാറ്റാം. മാറ്റണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും കളറിൽ ചേഞ്ച് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് വരുന്നത്, ഒരു ഡോക്യുമെൻ്റ്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ചിത്രം വരുത്തേണ്ടതുണ്ട്. അതിന് എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കാം. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് CTRL+V. ഇതെല്ലാം എല്ലാ സോഫ്റ്റ്വെയറിലും കോമൺ ആയിരിക്കും. പേസ്റ്റിൻ്റേത് CTRL+V, കോപ്പി ചെയ്യുന്നതിന് CTRL+C. അങ്ങനെ അതൊക്കെ ഒരു കോമൺ ഷോർട്ട് കട്ടുകളാണ്. നമുക്ക് പേസ്റ്റ് കൊടുക്കാം CTRL+V. നോക്കാം, നമ്മൾ നേരത്തെ ഈ ലെയറിൽ നിന്നും സെലക്ട് ചെയ്ത ചിത്രം രണ്ടാമത്തെ ഡോക്യുമെൻറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തത് ക്ലോസ് ചെയ്യാം. ഇതെല്ലാം ടാബാണ്. ഇപ്പോഴത്തെ എല്ലാം പുതിയ ടാബ് സ്റ്റൈലിലാണ് വരുന്നത്.
പഴയ ഫോട്ടോഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടാബൊന്നും ലഭിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയത് എടുക്കാൻ പറഞ്ഞത്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പുതിയത് പഠിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇത് കൂടാണ്ട് ഈ ടൂൾ ബാറുകളൊക്കെ നമുക്ക് സ്റ്റൈൽ മാറ്റാൻ ഇവിടെ കുറേ പ്രീസെറ്റുകളുണ്ട്. ഞാനിതിൽ മോഷൻ എന്നതാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് 3D മാറ്റങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വർക്കിൻ്റെ എളുപ്പത്തിനനുസരിച്ച് പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്റ്റൈലുകളാണത്. നമുക്ക് മോഷൻ എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് പുതിയ ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കാം. ഇടയ്ക്ക് കറണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ വർക്ക് തടസ്സപ്പെടാണ്ടിരിക്കാൻ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക. പുതിയ ഫോൾഡർ ഉണ്ടാക്കാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് സെലക്ട് ചെയ്യുക. അതിനൊപ്പം ഫോൾഡർ. ഒന്നുകൂടി പറയാം. ഡെസ്ക്ടോപ്പ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഡോക്യുമെൻ്റ് എക്സ്പ്ലോററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ എടുക്കുക. ഫോൾഡർ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ന്യൂ ഫോൾഡർ എന്നതിന് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വന്നേക്കണം കാണാം. അതായത് നമുക്ക് അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുക. നമുക്ക് അത് ഓപ്പൺ ആക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പണായി. ഇതിൽ ഫയലുകളൊന്നുമില്ല. നമുക്ക് ഫയൽ സേവ് ചെയ്യാം. അൺടൈറ്റിൽഡ് 1 എന്നാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. നമുക്കത് മാറ്റാം. ക്ലാസ് 1 എന്നാക്കാം. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. അതിന് വീണ്ടും ഒരു വിൻഡോ വരും. അത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ക്ലാസ് 1 PSD എന്നും പറഞ്ഞ് അവിടെ ഒരു ഫോൾഡറിനുള്ളിൽ ഒരു ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ നാളെ വീണ്ടും ഇത് തന്നെ ഓപ്പൺ ആക്കിയാൽ മതി. അതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ സേവ് ആയതുകൊണ്ട് ഇവിടെ ടൈറ്റിലിൽ പേര് കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി മൗസ് അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ സേവായി. ഇനി ഫോട്ടോഷോപ്പിലെ ഒരു പ്രത്യേകത, ഫോട്ടോഷോപ്പിലെ എല്ലാ വർക്കുകളും ലെയറുകളായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓരോ അടുക്കടുക്കായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആ ലെയറിന് വിൻഡോ ഉണ്ട്. അതിൻ്റെ വിൻഡോ നോക്കിയിട്ട് വേണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വർക്കുകൾ കാണുന്നില്ല എന്നൊക്കെ നമുക്ക് പരാതി വരും. അതുകൊണ്ട് ലെയറിൽ ശ്രദ്ധിക്കണം. നമ്മൾ വിൻഡോ എന്നതിൽ ലെയേഴ്സ് അല്ലെങ്കിൽ F7 എന്ന കീ അമർത്തിയാൽ നമുക്ക് ലെയർ വിൻഡോ വരും. നോക്കുക, ഇതാണ് ലെയർ വിൻഡോ. ഇവിടെ നമുക്ക് 2 അടുക്ക് കാണാം. ഇത് സെലക്ട് ചെയ്താലും ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലെയർ 1 ബാക്ക്ഗ്രൗണ്ട് എന്ന് 2 ലെയറുകൾ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ലെയറിന് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരെണ്ണത്തിന് ഒരു ലോക്ക് സിമ്പിൾ ഉണ്ട്, മറ്റേതിനതില്ല. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ പോലെ 2 ലെയറായിട്ടാണ് ചിത്രങ്ങൾ സേവ് ആയിരിക്കുന്നത്. നമുക്കൊന്ന് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് മൂവ് ടൂളിൻ്റെ ഫംഗ്ഷൻ കൂടി ഇപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്തു. നോക്കുക, മൂവ് ടൂൾ വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് സ്ക്രീനിൽ നീക്കി കഴിയുമ്പോൾ നമ്മൾ സെലക്റ്റായി കിടക്കുന്നത് ലെയർ 1 ആണെങ്കിൽ ആ ലെയർ നീങ്ങും. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് എന്നത് നീങ്ങില്ല. നോക്കുക, ഒരു മാറ്റവും നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ലോക്ക്ഡാണ്. ഈ ലോക്ക് മാറ്റുന്നതിന് ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ ലെയർ എന്നും പറഞ്ഞു വരും. അത്യാവശ്യമെങ്കിൽ നമുക്കിവിടെ പേര് കൊടുക്കാം. ആ ലെയറിന് പേര് കൊടുക്കാം. ബാക്ക് 1 എന്ന് നമുക്ക് പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ലോക്ക് മാറി. ഇനി നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് മാറ്റി നോക്കാം. നോക്കാം, ലെയർ മാറുന്നതായിട്ട് കാണാം. ലോക്ക് കൊടുക്കാൻ വീണ്ടും ലോക്ക് ചെയ്ത് വെക്കണം. അതായത് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട. നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നീങ്ങരുത് എന്നുള്ളതിനാണ് ഈ ലോക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ ലെയർ നീങ്ങില്ല. നമുക്ക് അതിനൊരു പേരും കൂടി കൊടുക്കാം. ബാക്ക് 2.
നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിന് ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ടിന് ബാക്ക് ടു എന്ന് പേര് കൊടുത്തു. ബാക്ക് ടു നീക്കാൻ ബാക്ക് 1-ൽ സെലക്ട് ആയിക്കൊണ്ട് നീക്കാൻ നോക്കിയാൽ നോക്കുക, ഇപ്പോൾ 2 ലെയർ ഓപ്പൺ ആക്കിയിട്ടൊക്കെയാണ്, ലോക്കില്ല. ബാക്ക് 1 സെലക്ട് ആയിക്കൊണ്ട് ബാക്ക് 2 നീക്കാൻ നോക്കിയാൽ ചില സമയത്ത് നീങ്ങില്ല. അതിന് കാരണം ഇവിടെ ഓട്ടോ സെലക്ട് ഇത് ഓഫായി കിടക്കുകയായിരിക്കും. നോക്കുക, ഞാൻ ബാക്ക് 1 സെലക്ട് ചെയ്തു, ഇപ്പോൾ നീക്കിയാൽ ബാക്ക് 1 ആണ് നീങ്ങുന്നത്. കാരണം സെലക്ട് ആയി കിടക്കുന്നത് ബാക്ക് 1 ആണ്. നമ്മൾ മൗസ് അതിന് മുകളിൽ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതേസമയം ഓട്ടോ സെലക്ട് ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലെയർ സെലക്ട് ആവും, അതുകൊണ്ട് അത് മൂവ് ചെയ്യും. ഇനി ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനങ്ങില്ല. അപ്പോൾ നമ്മൾ ഓരോ ലെയറും ചെയ്യുമ്പോൾ ഏത് ലെയറാണ് സെലക്ട് ആക്കണമെന്ന് നല്ല ബോധം വേണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും എറർ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കുക, ബോർഡർ ഇങ്ങനെ കാണിക്കുന്നു, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റർ അടിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വരുന്ന ലെസണിൽ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എറർ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എൻ്റർ അടിക്കാൻ പറഞ്ഞത്. അതായത് വിഡ്ത്തും ഹൈറ്റും മാറുന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ലെയറിന് പേര് കൊടുക്കാൻ പഠിച്ചു. ഈ ലെയറിന് വീണ്ടും പേര് മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനും പറ്റും. റിയൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ അതിൻ്റെ പേര് മാറ്റി. അപ്പോൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ലെയർ എന്നത് എന്താണെന്നും എങ്ങനെ ലെയറിന് പേര് കൊടുക്കാം എന്നുമാണ് പഠിച്ചിരിക്കുന്നത്. അതിനൊപ്പം കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവർ കഴിഞ്ഞ ലെസണിൽ, അതായത് കഴിഞ്ഞൊരു ട്യൂട്ടോറിയലിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെ എന്നും പറഞ്ഞൊരു ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ചെയ്ത വർക്ക് ഇവിടെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് മറ്റുള്ളവർക്ക് അറിയാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും സാധിക്കും. മറക്കാതെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ലൈക്കല്ല വേണ്ടത്, ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് മറ്റു കൂട്ടുകാർക്ക് പങ്കിടുന്നു. നമുക്ക് വേണ്ടത് ഷെയറാണ്. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ലൈക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. മറക്കാതെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.